ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പൈനാപ്പിൾ പച്ചടിയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ണുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആയി കേട്ടോ. ഇതിനായിട്ട് നമ്മളിവിടെ നല്ല ഫ്രഷായ നല്ല പൈത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യണം. നമ്മൾ ഈ പൈനാപ്പിൾ ഇല്ലേ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാൽ മതി കേട്ടോ, കാരണം ഓൾറെഡി പൈനാപ്പിളിന്റെ മഞ്ഞ കളറാണല്ലോ. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി കേട്ടോ, നമ്മൾ റെഡ് ചില്ലി പൗഡർ. അധികം ഇടരുത്, കാരണം കളറ് മാറും. പിന്നീട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട്. വേണ്ടവർക്ക് ഇതിലൊരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇടാം കേട്ടോ. ഞാനിത് ഓൾറെഡി നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് ഓൾറെഡി നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടാത്തത്. നിങ്ങൾക്ക് വേണേൽ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കടുക്, ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് നല്ല ജീരകം, നമ്മൾ സാധാ ജീരകം ഇല്ലേ അത്. ഇത്രയ്ക്കിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അല്പം വെള്ളം കൂടി ചേർക്കണം. വെള്ളം ഏറ്റവും കുറവ് മതി കേട്ടോ, കാരണം എന്നാലേ അത് നമുക്ക് വറ്റിച്ചെടുക്കാൻ സൗകര്യമായിട്ട് കിട്ടുള്ളൂ. തേങ്ങ പകുതി അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി കുറഞ്ഞ തൈരാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. നമ്മളിതിപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പില്ലേ നമ്മൾ അരച്ച് വെച്ച അത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി കുരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ നേരത്ത് പുളി കുറവുണ്ടെങ്കിൽ അല്പം തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇനിയും നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പൊക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കാം കേട്ടോ ഈ നേരത്ത്. പിന്നീട് ഇതിന് വറവിടാനായിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കടുക് ഒരു 1/4 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഉലുവ ഒരു 1/4 സ്പൂണ് ഉലുവയും കൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളകും കൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇടാം. ഇനി നമ്മൾ വറവതാ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചടിയിലേ അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വളരെ ടേസ്റ്റിയായ പൈനാപ്പിൾ പച്ചടി റെഡി. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി നോക്കി ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നാളെ വേറെ റെസിപ്പി തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.